മണിപ്പൂരിൽ സംഘർഷം ശക്തമായി തുടരുന്നതിനിടയിൽ ഇംഫാൽ സിറ്റിയിലുള്ള ഹീൽഗാംഗിലെ മുഖ്യമന്ത്രി ബീരൻ സിംഗിൻ്റെ സ്വകാര്യ വസതിക്ക് നേരെ ജനക്കൂട്ടത്തിൻ്റെ ആക്രമണമുണ്ടായിരിക്കുന്നു. അപ്സ പിൻവലിക്കണമെന്ന് മണിപ്പൂർ സർക്കാർ ഇപ്പോൾ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നടന്ന ഈ ആക്രമണ സംഭവങ്ങളിൽ 3 മന്ത്രിമാരുടെയും 6 MLA-മാരുടെയും വസതികൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ബരാക് നദിയിൽ കാണാതായ 3 പേരുടെ മൃതദേഹം കിട്ടിയതിനു ശേഷമാണ് ജനക്കൂട്ടം വലിയ രീതിയിൽ തന്നെ സംഘർഷത്തിലേക്ക് തിരിഞ്ഞത്. ഇൻ്റർനെറ്റുകൾ എല്ലാം വിച്ഛേദിച്ചിരിക്കുകയാണ്. വലിയ രീതിയിൽ തന്നെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തന്നെ വലിയ രീതിയിൽ തന്നെയുള്ള സംഘർഷം അവിടെ ശക്തമായിക്കൊണ്ടിരിക്കുന്നു. കുക്കി ഭീകരർ ഒരു ഭാഗത്ത് സംഘടിക്കുന്നു, മറുഭാഗത്ത് ഇപ്പോൾ മെയ്തേകളിലൂടെ സംഘടിക്കുമ്പോഴാണ് വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാകുന്നത്. മണിപ്പൂരിൻ്റെ വിവിധ ഇടങ്ങളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റ് വിച്ഛേദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്സ എന്തായാലും ഉടൻ പിൻവലിക്കില്ല എന്ന് കേന്ദ്രവും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കാരണം അപ്സ 2022 നരേന്ദ്രമോദി സർക്കാരാണ് കുറച്ച് ഇടങ്ങളിൽ നിന്ന് പിൻവലിച്ചത്. അതിനുശേഷമാണ് ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. ഇനി അപ്സ ഉടൻ പിൻവലിക്കില്ല. കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തര മന്ത്രാലയം അപ്സ അവിടെ പ്രഖ്യാപിച്ചത്. ഇനി അത് പിൻവലിക്കില്ല എന്ന് കേന്ദ്രവും വ്യക്തമാക്കിയിരിക്കുന്നു. അതിനിടയിൽ ബീരൻ സിംഗിനെ മാറ്റണമെന്ന് ചില BJP MLA-മാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതായ വാർത്തയും വരുന്നു. ഏതായാലും മുഖ്യമന്ത്രിയുടെ വസതിക്ക് നേരെ നടക്കുന്ന ഒരു വലിയ ആക്രമണം അത്തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. സ്വകാര്യ വസതിയാണെങ്കിൽ പോലും, ഔദ്യോഗിക വസതിയല്ല എങ്കിൽ പോലും അത് അത്തരത്തിലേക്ക് നീങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.